നമ്മൾ നേരത്തെ കണ്ട ബൈനറി സെർച്ചിന്റെ കോഡ് മിക്ക ഇന്റർവ്യൂ പ്രോബ്ലംസിലും കൊടുക്കുമ്പോൾ കുറെ എഡ്ജ് കേസസ് വരും. ഇതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് ബൈനറി സെർച്ചിന്റെ ഒരു ഡിഫറെന്റ് വേർഷൻ നമുക്ക് പരിചയപ്പെടാം. നമ്മൾ ആദ്യം ഒരു ബൂളിയൻ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇന്റീജേഴ്സിൽ ഡിഫൈൻ ചെയ്യും. ഇന്റീജേഴ്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അറേയുടെ ഇൻഡെക്സസിലാണ്. ബൂളിയൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രൂ ഓർ ഫാൾസ് തരുന്ന ഒരു ഫംഗ്ഷൻ. നമ്മൾ ട്രൂ ഓർ ഫാൾസ് തരുന്ന ഒരു ഫംഗ്ഷൻ അറേയുടെ ഇൻഡെക്സസിൽ ഡിഫൈൻ ചെയ്യും. ഈ ഫംഗ്ഷൻ ഒരു മോണോട്ടോൺ ഫംഗ്ഷൻ ആണെന്ന് പറയാം. ട്രൂ ഫോർ എ വൈൽ ദെൻ ഫാൾസ് ഫോർ എവർ ഓർ ഫാൾസ് ഫോർ എ വൈൽ ദെൻ ട്രൂ ഫോർ എവർ. നമ്മൾ ഒരു ഫംഗ്ഷൻ അറേയുടെ ഇൻഡെക്സസിൽ അപ്ലൈ ചെയ്തപ്പോൾ അത് തുടക്കത്തിൽ കുറെ നേരം ഫാൾസ് ആയി പിന്നീട് ട്രൂ ആയി, അല്ലെങ്കിൽ തുടക്കത്തിൽ കുറെ നേരം ട്രൂ ആയി പിന്നീട് ഫാൾസ് ആയി. ഇങ്ങനെ ഒരു ഫംഗ്ഷനെ നമ്മൾ മോണോട്ടോൺ ഫംഗ്ഷൻ എന്ന് പറയും. പലപ്പോഴും ബൈനറി സെർച്ചിൽ നമ്മൾ ഫൈൻഡ് ചെയ്യുക സ്വിച്ചിങ് പോയിന്റ് ആണ്. സ്വിച്ചിങ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫംഗ്ഷൻ അറേയിൽ അപ്ലൈ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു അറേയാണ് നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ. അറേയുടെ ഇൻഡെക്സസിൽ നമ്മൾ ഫംഗ്ഷൻ അപ്ലൈ ചെയ്തപ്പം ഇങ്ങനെ ഒരു അറേയാണ് നമുക്ക് കിട്ടിയത്. ഫാൾസ് 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 ട്രൂ 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 ട്രൂ. മിക്കപ്പോഴും ബൈനറി സെർച്ച് ഫൈൻഡ് ചെയ്യുന്നത് ഈ ഫസ്റ്റ് ട്രൂ വന്ന ഇൻഡെക്സ് അല്ലെങ്കിൽ ലാസ്റ്റ് ഫാൾസ് വന്ന ഇൻഡെക്സ് ആയിരിക്കും. അതേസമയം ഇങ്ങനെയാണ് അറിയുന്നതെന്ന് വെച്ചാൽ തുടക്കത്തിൽ ഫുള്ള് ട്രൂ പിന്നെ ഫാൾസ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ലാസ്റ്റ് ട്രൂ വന്ന ഇൻഡെക്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫാൾസ് വന്ന ഇൻഡെക്സ് ആയിരിക്കും ബൈനറി സെർച്ച് ഉപയോഗിച്ച് നമ്മൾ ഫൈൻഡ് ചെയ്യുക. വെൻ സെർച്ചിങ് ഫോർ എക്സ് ഇൻ അറേ വി യൂസ് എഫ് ഓഫ് ഐ ഈക്വൽ ടു അറേ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1. നമുക്ക് ഒരു എലമെന്റ് എക്സിനെ അറേയിൽ ഉണ്ടോ എന്ന് ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോണോട്ടോൺ ഫംഗ്ഷനാണിത്. ഈ ഫംഗ്ഷൻ നമ്മൾ അറേയിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. ഫാൾസ് 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 ട്രൂ 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 ട്രൂ. നമ്മൾ ഫൈൻഡ് ചെയ്യുക ഫസ്റ്റ് ട്രൂ വന്ന ആ ഇൻഡെക്സ് ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 10, 20, 30, 40, 50, 60 എന്ന് പറഞ്ഞൊരു അറേ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. എക്സ് എന്ന് പറഞ്ഞ വാല്യൂ 40 ആണ്. ഈ 40 ഈ സോർട്ടഡ് ആയിട്ടുള്ള അറേയിൽ ഉണ്ടോ എന്നാണ് നമ്മൾ ബൈനറി സെർച്ച് ഉപയോഗിച്ച് ഫൈൻഡ് ചെയ്യേണ്ടത്. അന്നേരം നമ്മളൊരു പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യും. എഫ് ഓഫ് മിഡ് ഈക്വൽ ടു അറേ ഓഫ് മിഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഈ ഫംഗ്ഷൻ ഈ അറേയിൽ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഫാൾസ് 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 ട്രൂ 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 കിട്ടി. എങ്ങനെ നമ്മൾ ഈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്തേ? ആദ്യം മിഡിന്റെ വാല്യൂ 0 ആണ്. 0 ആയപ്പം അറേ ഓഫ് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്. 10 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 അല്ല, അന്നേരം ഫാൾസ് ആണ്. പിന്നെ 20 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 അതും ഫാൾസ് ആണ്. 30 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 അതും ഫാൾസ് ആണ്. 40 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 അത് ട്രൂ ആണ്. 50 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 അത് ട്രൂ ആണ്. 60 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 അതും ട്രൂ ആണ്. ഇഫ് മിഡ് ഈക്വൽ ടു 0, 1, 2 പ്രോപ്പർട്ടി ഈസ് ഫാൾസ്. ഈ കണ്ടീഷൻ ഫാൾസ് ആയിരിക്കും. ഇഫ് മിഡ് ഈക്വൽ ടു 3, 4, 5 പ്രോപ്പർട്ടി ഈസ് ട്രൂ. ബൈനറി സെർച്ചിനെ ഞാൻ വേറൊരു രീതിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുക. ക്വസ്റ്റ്യൻ ഈസ് ടു ഫൈൻഡ് ഫസ്റ്റ് ഇൻഡെക്സ് വേർ പ്രോപ്പർട്ടി ഈസ് ട്രൂ. ഇപ്പൊ ബൈനറി സെർച്ച് എന്ന് പറഞ്ഞ ഫസ്റ്റ് ഇൻഡെക്സ് എവിടെ പ്രോപ്പർട്ടി ട്രൂ ആവുന്നോ ആ ഇൻഡെക്സിനെ റിട്ടേൺ ചെയ്യാനാണ് ബൈനറി സെർച്ച് നമ്മളോട് ഇപ്പൊ പറയുന്നത്. ഫൈൻഡ് ഫസ്റ്റ് ഇൻഡെക്സ് വേർ പ്രോപ്പർട്ടി ഈസ് ട്രൂ. പ്രോപ്പർട്ടി ട്രൂ ആവുന്ന ഫസ്റ്റ് ഇൻഡെക്സ് ഇവിടെ 3 ആണ്. അന്നേരം ബൈനറി സെർച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇൻഡെക്സ് 3 ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. ഇഫ് മിഡ് ഈസ് വേർ പ്രോപ്പർട്ടി ഈസ് ഫാൾസ് L ഈക്വൽ ടു മിഡ് പ്ലസ് 1. If mid is where property is true, R equal to mid, since mid can be an answer. നമ്മൾ L plus R divided by 2 ചെയ്തിട്ട് മിഡിൽ ഇൻഡെക്സ് കണ്ടുപിടിച്ചു. ആ മിഡിൽ ഇൻഡെക്സിൽ ഈ ഫംഗ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഫാൾസ് ആ കിട്ടിയെന്ന് വെച്ചോ. അന്നേരം നമ്മൾ എല്ലിന്റെ വാല്യൂ മിഡ് പ്ലസ് 1 ആക്കും. ട്രൂ ആ കിട്ടിയതെങ്കിൽ ആറിന്റെ വാല്യൂ മിഡ് ആക്കും. സിൻസ് മിഡ് ക്യാൻ ബി ആൻ ആൻസർ. മിഡിൽ ഇൻഡെക്സ് ആൻസർ ആവാനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട്
നമ്മൾ ആറിനെ മിഡ് ആക്കുന്നത്. നമുക്ക് ഇതിന്റെ കോഡ് നോക്കാം. ഡെഫ് ബൈനറി സെർച്ച് അറേ എൽ ആർ എക്സ്. എല്ലിന്റെ വാല്യൂ ഇനിഷ്യലി 0 ആണ്. ആറിന്റെ വാല്യൂ ലെങ്ത് ഓഫ് അറേ -1 ആണ്. എക്സ് എന്ന് പറഞ്ഞ എലമെന്റ് സോർട്ടഡ് ആയിട്ടുള്ള ഈ അറേയിൽ ഉണ്ടോ എന്നാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. വൈൽ എൽ ലെസ് ദാൻ ആർ മിഡ് ഈക്വൽ ടു എൽ പ്ലസ് ആർ മൈനസ് എൽ ബൈ 2 ഇഫ് അറേ ഓഫ് മിഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അത് ട്രൂ ആണെങ്കിൽ ആർ ഈക്വൽ ടു മിഡ്, എൽസ് എൽ ഈക്വൽ ടു മിഡ് പ്ലസ് 1. റിട്ടേൺ എൽ ഇഫ് അറേ ഓഫ് എൽ ഈക്വൽ ടു എക്സ്, എൽസ് -1. ഈ വൈൽ ലൂപ്പ് നമ്മുടെ സെർച്ച് സ്പേസ് എല്ല് തൊട്ട് 6 വരെയുള്ള ആ റീജിയൻ 2 എലമെന്റ്സ് മിനിമം ഉള്ളിടത്തോളം കാലം എക്സിക്യൂട്ട് ചെയ്യും. സെർച്ച് സ്പേസിൽ ഒരു എലമെന്റ് ഉള്ളപ്പോൾ നമ്മൾ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇഫ് അറേ ഓഫ് എൽ ഈക്വൽ ടു എക്സ് ആണെങ്കിൽ എല്ലിനെ നമ്മൾ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ -1 റിട്ടേൺ ചെയ്യും. ഈ ബൈനറി സെർച്ചിന്റെ ഈ കോഡില് നമ്മൾ എന്തായിരുന്നു ചെയ്തിരുന്നത്? നമ്മൾ എല്ല് തൊട്ട് 6 വരെയുള്ള ആ റീജിയന്റെ മിഡ് കണ്ടുപിടിക്കും. ആ മിഡില് നമ്മുടെ കണ്ടീഷൻ ട്രൂ ആണെന്ന് നോക്കും. ട്രൂ ആണെങ്കിൽ എല്ല് തൊട്ട് മിഡ് വരെയുള്ള റീജിയൻ നമ്മൾ സെർച്ച് ചെയ്യും. ഇല്ലെങ്കിൽ മിഡ് പ്ലസ് 1 തൊട്ട് 6 വരെയുള്ള റീജിയനും നമ്മൾ സെർച്ച് ചെയ്യും. നമുക്കൊരു എക്സാമ്പിളിലൂടെ ഈ ലോജിക്ക് കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാം. നമുക്കിവിടെ ഒരു അറേ ഉണ്ട് 10, 20, 30, 40, 50, 60. എക്സിന്റെ വാല്യൂ 40 ആണ്. എല്ലിന്റെ വാല്യൂ ഇനിഷ്യലി 0 ആണ്. ആറിന്റെ വാല്യൂ 5 ആണ്. നമ്മൾ മിഡ് ഇൻഡെക്സ് ഫൈൻഡ് ചെയ്തു. മിഡ് ഇൻഡെക്സ് ഏതാണ്? എൽ പ്ലസ് ആർ ഡിവൈഡഡ് ബൈ 2. അങ്ങനെ നമുക്ക് 2 കിട്ടി. 2 നമ്മൾ കണ്ടീഷൻ നോക്കി. അറേ ഓഫ് മിഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അന്നേരം ഫാൾസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഫാൾസ് ആയപ്പോൾ നമ്മൾ എന്താ ചെയ്തേ? എല്ലിന്റെ വാല്യൂ മിഡ് പ്ലസ് 1 ആയി. ഇനി നമ്മൾ 3 തൊട്ട് 5 വരെ ഉള്ള ആ ഇൻഡെക്സിലായിരിക്കും സെർച്ച് ചെയ്യുക. 3 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 2 മിഡിന്റെ വാല്യൂ 4 ആയി. 4th ഇൻഡെക്സിൽ നമ്മുടെ കണ്ടീഷൻ ട്രൂ ആണ്. അന്നേരം ആറിന്റെ വാല്യൂ മിഡ് ആയി. ഇനി നമ്മൾ 3rd ഇൻഡെക്സ് തൊട്ട് 4th ഇൻഡെക്സ് വരെ ആയിരിക്കും സെർച്ച് ചെയ്യുക. മിഡ് ഇൻഡെക്സ് ഈക്വൽ ടു 3. 3 പ്ലസ് 4 ഡിവൈഡഡ് ബൈ 2 ചെയ്തപ്പോൾ മിഡിൽ ഇൻഡെക്സ് നമുക്ക് 3 ആയിട്ട് കിട്ടി. 3rd ഇൻഡെക്സിൽ നമ്മുടെ കണ്ടീഷൻ ട്രൂ ആണ്. അന്നേരം നമ്മൾ ആറിന്റെ വാല്യൂ മിഡ് ആക്കി. ഇപ്പൊ നമ്മൾ വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്താൽ എന്താ ചെയ്യണ്ടേ? അറേ ഓഫ് എൽ ഈക്വൽ ടു എക്സ്. എല്ലും ആറും ഇപ്പൊ 3 പോയിന്റ് ചെയ്യുന്നത്. നമ്മൾ അറേ ഓഫ് എൽ ഈക്വൽ ടു എക്സ് എന്ന് നോക്കുവാണ്. അറേ ഓഫ് എൽ എത്രയാണ്? അറേ ഓഫ് 3, അത് 40 ആണ്. 40 ഈക്വൽ ടു എക്സ്. 40 ഈക്വൽ ടു 40. കണ്ടീഷൻ ട്രൂ ആണ്. അന്നേരം നമ്മൾ 3rd ഇൻഡെക്സ് റിട്ടേൺ ചെയ്യും. നമ്മൾ നേരത്തെ കണ്ട ആ കോഡിനെ നമുക്കൊന്ന് ജനറലൈസ് ചെയ്യാം. ഡെഫ് ബൈനറി സെർച്ച് അറേ എൽ ആർ വൈൽ എൽ ലെസ് ദാൻ ആർ മിഡ് ഈക്വൽ ടു എൽ പ്ലസ് ആർ മൈനസ് എൽ ബൈ 2 ഇഫ് കണ്ടീഷൻ ആർ ഈക്വൽ ടു മിഡ് എൽസ് എൽ ഈക്വൽ ടു മിഡ് പ്ലസ് 1 റിട്ടേൺ സംതിങ് ഇഫ് കണ്ടീഷൻ എൽസ് സംതിങ് എൽസ്. നമ്മൾ ഈ ഒരു ടെംപ്ലേറ്റ് ആയിരിക്കും മിക്ക ബൈനറി സെർച്ചിന്റെ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുക. ഇവിടെയുള്ള ആ കണ്ടീഷൻ മാറിക്കൊണ്ടിരിക്കും. പിന്നെ റിട്ടേൺ ചെയ്യുന്ന ഈ ഒരു പാർട്ടും മാറിക്കൊണ്ടിരിക്കും. ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഒരു സ്പെസിഫിക് റേഞ്ചിലാണെന്ന് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ അവിടെ ബൈനറി സെർച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഇഫ് ദ ആൻസർ ഫോർ എ ക്വസ്റ്റ്യൻ ലൈസ് ഇൻ എ സ്പെസിഫിക് റേഞ്ച്, മിൻ ആൻസർ തൊട്ട് മാക്സ് ആൻസർ വരെ. അങ്ങനെയാണെങ്കിൽ എല്ലിന്റെ വാല്യൂ മിൻ ആൻസറും ആറിന്റെ വാല്യൂ മാക്സ് ആൻസറും ആയിരിക്കും. നമുക്കറിയാം ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഒരു സ്പെസിഫിക് റേഞ്ചിലുള്ളത് എന്ന്. ആ റേഞ്ച് 1 തൊട്ട് 10 വരെയാന്ന് വിചാരിച്ചോ. 1 തൊട്ട് 10 വരെ ഉള്ള നമ്പേഴ്സിൽ ഏതോ ഒരു നമ്പറാണ് നമുക്ക് ആൻസർ എന്നറിയാം. അന്നേരം നമ്മൾ സെർച്ച് ചെയ്യുക എൽ ഈക്വൽ ടു 1 തൊട്ട് ആർ ഈക്വൽ ടു 10 വരെ ആയിരിക്കും. ഈ ടെംപ്ലേറ്റ് അതേപോലെ റിമെയിൻ ചെയ്യും. വൈൽ എൽ ലെസ് ദാൻ ആർ മിഡ് ഈക്വൽ ടു എൽ പ്ലസ് ആർ മൈനസ് എൽ ബൈ 2 ഇഫ് കണ്ടീഷൻ ആർ ഈക്വൽ ടു മിഡ് എൽസ് എൽ ഈക്വൽ ടു മിഡ് പ്ലസ് 1. വൈൽ ലൂപ്പിന് പുറത്ത് എന്തെങ്കിലും റിട്ടേൺ ചെയ്യാനായിരിക്കും പറയുക. മെയിൻലി 2 കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ആണ് ബൈനറി സെർച്ചിൽ നിന്ന് ചോദിക്കുക. റിട്ടേൺ ഫസ്റ്റ് ട്രൂ ഇൻഡെക്സ്, റിട്ടേൺ ലാസ്റ്റ് ഫാൾസ് ഇൻഡെക്സ്. നമ്മൾ
ഒരു അറയിൽ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിയുമ്പം നമുക്ക് ഫാൾസ് ട്രൂവിൻ്റെ ഒരു സീക്വൻസ് കിട്ടും. ഈ സീക്വൻസിൽ ഫസ്റ്റ് ട്രൂ വരുന്ന എലമെന്റിന്റെ ഇൻഡെക്സ് റിട്ടേൺ ചെയ്യാനായിരിക്കാം ക്വസ്റ്റ്യനിൽ പറയുക, അല്ലെങ്കിൽ ലാസ്റ്റ് ഫാൾസ് വരുന്ന എലമെന്റിന്റെ ഇൻഡെക്സ് റിട്ടേൺ ചെയ്യാനായിരിക്കാം ക്വസ്റ്റ്യനിൽ പറയുക. റിട്ടേൺ ഫസ്റ്റ് ട്രൂവിന്റെ കേസ് നമുക്ക് എടുക്കാം. ഇതിൽ മെയിൻലി ഫാൾസ് ട്രൂ സീക്വൻസ് ഈ 3 കൈൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആദ്യമേ മുഴുവൻ ഫാൾസ്, പിന്നെ ട്രൂസ്, ഇതിൽ ഫുള്ള് ഫാൾസ്, പിന്നെ ഫുള്ള് ട്രൂസ്. ഈ ഒരു അറയിൽ ബൈനറി സെർച്ച് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എല്ല് പോയിന്റ് ചെയ്യുക ഫസ്റ്റ് ട്രൂയിലോട്ടായിരിക്കും. അതുകൊണ്ട് ഈ കേസിൽ നമ്മൾ എല്ലായിരിക്കും റിട്ടേൺ ചെയ്യുക. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം. ഇതിൽ ഫുള്ള് ഫാൾസ് ആണ് ഉള്ളത്. അന്നേരം ബൈനറി സെർച്ച് അപ്ലൈ ചെയ്ത് കഴിയുമ്പം എല്ല് പോയിന്റ് ചെയ്യുക ലാസ്റ്റ് ഫാൾസിലോട്ടായിരിക്കും. അന്നേരം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്താണ് റിട്ടേൺ ചെയ്യേണ്ടതെന്ന്. അത് റിട്ടേൺ ചെയ്യുക. ഇനി ഈ കേസിലോട്ട് വരുമ്പോൾ ഫുള്ള് ട്രൂ ആണ്. അന്നേരം എല്ല് പോയിന്റ് ചെയ്യുക ഫസ്റ്റ് ട്രൂയിലോട്ടായിരിക്കും. അന്നേരം നമ്മൾ എല്ല് റിട്ടേൺ ചെയ്യണം. ഇതിൽ മെയിൻലി 2 പോസിബിൾ ആൻസേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് എല്ല്, അല്ലെങ്കിൽ റിട്ടേൺ സംതിങ് ബേസ്ഡ് ഓൺ ക്വസ്റ്റ്യൻ. റിട്ടേൺ ലാസ്റ്റ് ഫാൾസ് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് പ്രോബ്ലത്തിൽ നമ്മുടെ കോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രൂവിൻ്റെ ഇൻഡെക്സ് ആയിരിക്കും കിട്ടുക. അന്നേരം നമ്മൾ ലാസ്റ്റ് ഫാൾസ് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? നമുക്ക് ഫസ്റ്റ് ട്രൂവിൻ്റെ ഇൻഡെക്സ് കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ ഇൻഡെക്സ് -1 എടുക്കും. 3 പോസിബിൾ കൈൻഡ് ഓഫ് ഫാൾസ് ട്രൂ അറേസ് ഉണ്ട് ഇവിടെ. ആദ്യം മൊത്തം ഫാൾസ്, പിന്നെ ട്രൂ, മൊത്തം ഫാൾസ് ഉള്ള ഒരു അറേ, അല്ലെങ്കിൽ മൊത്തം ട്രൂ ഉള്ള വേറൊരു അറേ. ഈ അറയിൽ നമ്മുടെ ബൈനറി സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ല് ഫസ്റ്റ് ട്രൂവിൻ്റെ ഇൻഡെക്സിലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുക. നമ്മൾ റിട്ടേൺ ചെയ്യുക L-1 ആയിരിക്കും. ഈ ഒരു അറയിൽ ബൈനറി സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ല് ലാസ്റ്റ് ഫാൾസിലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുക. അന്നേരം നമ്മൾ എല്ലിനെ തന്നെ റിട്ടേൺ ചെയ്യും. ഈ ഒരു അറയിൽ നമ്മുടെ ബൈനറി സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ല് പോയിന്റ് ചെയ്യുക ഈ ട്രൂയിലോട്ടായിരിക്കും. നോട്ട് ഏബിൾ ടു ഫൈൻഡ് ഫാൾസ്, നമുക്ക് ഈ അറയിൽ ഫാൾസിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അന്നേരം ക്വസ്റ്റ്യനിൽ എന്താണ് റിട്ടേൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. റിട്ടേൺ ബേസ്ഡ് ഓൺ ക്വസ്റ്റ്യൻ. 3 പോസിബിൾ ആൻസേഴ്സ് ഉണ്ട് റിട്ടേൺ ലാസ്റ്റ് ഫാൾസ് കൈൻഡ് ഓഫ് പ്രോബ്ലത്തിൽ. ഏതൊക്കെയാ പോസിബിൾ ആൻസേഴ്സ്? L ആയിരിക്കാം, അല്ലെങ്കിൽ L-1 ആയിരിക്കാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് എന്തെങ്കിലും റിട്ടേൺ ചെയ്യാനായിരിക്കാം.